അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ള ടെക്നിക്കൽ അനാലിസിസ്. ഈ ടെക്നിക്കൽ അനാലിസിസിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്, അതിന്റെ ടൂൾസ് ഏതൊക്കെയാണ്, അതൊക്കെ നമ്മൾ ഈ സെക്ഷനിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഫണ്ടമെന്റൽ അനാലിസിന്റെ ടൂൾസ് അല്ല ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിക്കുന്ന ടൂൾസ്. അതുപോലെ ഫണ്ടമെന്റൽ അനാലിസിസ് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് അല്ല ഈ ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് കൊണ്ട് വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ടെക്നിക്കൽ അനാലിസിസ് വെച്ചാൽ പ്രധാനമായിട്ട് ചില തിയറീസിനെ അടിസ്ഥാനപ്പെടുത്തി, ഇപ്പോ ഡൗ തിയറി, അതുപോലെ ഇലിയോട്ട് വേവ് തിയറി, അതുപോലെ തന്നെ ചില പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യുക, മൂവിങ് ആവറേജ് കണ്ടുപിടിക്കുക, അതുപോലെ അഡ്വാൻസ് ഓർ ഡിക്ലൈൻ മനസ്സിലാക്കുക, ചാർട്ടിങ് സ്കെയില്, ഓഡ് ലോട്ട്, ഷോർട്ട് സെല്ലിംഗ്, പുട്ട് അല്ലെ കോൾ റേഷ്യോ, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേറ്റർ, ഇതൊക്കെ ഒരു ടെക്നിക്കൽ അനലിസ്റ്റിന് ഉപയോഗിക്കാവുന്ന ടൂൾസ് ആണ്. അപ്പൊ ഒരു ടൂൾ മാത്രം ഉപയോഗിച്ച പോലെ പല ടൂളുകളും കമ്പൈൻഡ് ആയിട്ട് ഉപയോഗിക്കണം, എങ്കിൽ മാത്രമേ ടെക്നിക്കൽ അനലിസ്റ്റിന് കറക്റ്റ് ആയുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂള് ടെക്നിക്കൽ അനാലിസിസില് സ്റ്റോക്ക് ചാർട്ട്, ഷെയറിന്റെ പ്രൈസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചാർട്ടുകളും ആ ചാർട്ടുകളിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാവുന്ന ലൈൻസും പാറ്റേൺസും, അതാണ് ടെക്നിക്കൽ അനാലിസിസ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു പർട്ടിക്കുലർ പീരീഡിലെ ഷെയറിന്റെ വിലകളെ നമ്മൾ ഈ ചാർട്ടിന്റെ രൂപത്തിൽ കാണിക്കുമ്പോൾ നമുക്ക് അതിന് ചില ട്രെൻഡുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ചില പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും ഷെയറിന്റെ വില എന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ചാർട്ട് എന്ന് വെച്ചാൽ ഒന്ന് ലൈൻ ചാർട്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് PPT-യിൽ, എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത കണ്ടോ, അടുത്ത ഒരു ചാർട്ടാണ് ലൈൻ ചാർട്ട് ഉണ്ട്, ബാർ ചാർട്ട്. ഞാൻ ക്ലിക്ക് ചെയ്ത് വരുന്നില്ല, അത് ഒരു മിനിറ്റ് ഇപ്പോൾ വരും അത്. അപ്പൊ അത് ലൈൻ ചാർട്ട് കണ്ടോ, ഇതാണ് ബാർ ചാർട്ട്. ഇനി മറ്റൊരു ചാർട്ട് കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്, ഇതാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ചാർട്ട് ടെക്നിക്കൽ അനാലിസിസിൽ കേട്ടോ. അപ്പൊ അത് നോക്കാം, ലൈൻ ചാർട്ട് നോക്കാം. ലൈൻ ചാർട്ടാണ് ഏറ്റവും ആദ്യത്തെ ചാർട്ട്, ഒരു സിമ്പിൾ ചാർട്ടാണ്. അവിടെ ലൈനായിട്ടാണ് കാണിക്കുന്നത്, ഒരു സിംഗിൾ ലൈൻ കണ്ടോ, സിംഗിൾ ലൈൻ. ഇവിടെ നിങ്ങൾക്ക് നല്ലോണം കെയർഫുൾ ആയി നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ആദ്യത്തെ ഗ്രാഫിൽ October 25, October 26 ആ ഡേറ്റിലുള്ള ഒരു പർട്ടിക്കുലർ ഷെയറിന്റെ വിലകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ഗ്രാഫാണ്, ഒരു ലൈനാണ്, ഒരു സിക്സാഗ് ലൈനെ പോലുള്ള ലൈനാണ്. ഇതാണ് ലൈൻ ചാർട്ട്. രണ്ടാമത്തെ ഗ്രാഫിൽ ആ ലൈൻ വളരെ വ്യക്തമായി വരച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അവിടെ ജാനുവരി മുതൽക്ക് നവംബർ വരെയുള്ള മാസങ്ങളിലെ ഷെയറിന്റെ വാല്യൂസിനെ കണക്ട് ചെയ്തുകൊണ്ട് ലൈൻ വരയ്ക്കുക. അപ്പൊ ഇങ്ങനെ ലൈൻ വരച്ച നമുക്ക് ഇന്ന് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഷെയറിന്റെ വില താഴേക്ക് പോയതും മേലേക്ക് പോയതും. ഇതിന്ന് നമുക്ക് ചില ഇതിപ്പോ ചാർട്ടാണ് കാണിച്ചിരിക്കുന്നത്, ഇതിന്ന് ചില ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റും. മുകളിലേക്ക് പോകുന്ന ട്രെൻഡ്, അപ്വേർഡ് ട്രെൻഡ്, അതുപോലെ ഡൗൺവേർഡ് ട്രെൻഡ്, അങ്ങനെ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ ഈ ചാർട്ടുകളിൽ ചില പാറ്റേൺ രൂപപ്പെടുന്നു മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ അടുത്ത സെക്ഷനിൽ വരും. ആ പാറ്റേൺ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും ഷെയറിന്റെ വില എന്ന് പ്രൊഡിക്റ്റ് ചെയ്യാനും പറ്റും. അപ്പൊ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് ഇങ്ങനത്തെ ഒരു ചാർട്ട് ഉണ്ട്, ഇതാണ് ലൈൻ ചാർട്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അടുത്തൊരു ചാർട്ട്, അടുത്ത സ്വല്പം കൂടി ബുദ്ധിമുട്ടുള്ള ചാർട്ടാണ് ബാർ ചാർട്ട്. ഈ ബാർ ചാർട്ടിന്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ അവിടെ ഹൈ, ക്ലോസ്, ഓപ്പൺ, ലോ ഇങ്ങനെയുള്ള വാല്യൂസ് കാണിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു ടെക്നിക്കൽ അനാലിസിസിൽ ഹൈ പ്രൈസ് എന്താണ്, ലോ പ്രൈസ് എന്താണ്, അതുപോലെ ക്ലോസ് പ്രൈസ് എന്താണ്, ഓപ്പൺ പ്രൈസ് എന്താന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്താൽ, ഇപ്പൊ ഞാൻ അവിടെ കണ്ടോ, എൻ്റെ ഈ മൗസിന്റെ കർസർ ഇരിക്കുന്ന ഈ പോയിന്റ്, ഏറ്റവും മുകളിലെ പോയിന്റ് അത് ഹൈ ആണ്, ഏറ്റവും മുകളിലെ പോയിന്റ് ഹൈ ആണ്, അത് ഹൈ ആണ്. ഏറ്റവും താഴത്തെ പോയിന്റ് അത് ലോ ആണ്. ഈ കണ്ടോ, ഇനി നോക്കൂ, ഇവിടേക്ക് നോക്കൂ, ഇങ്ങനത്തെ പോയിന്റ് ഇത് ഓപ്പൺ ആണ്, ഇത് ഓപ്പൺ. ഈ ഭാഗത്തേക്ക് ഒരു ലൈൻ കാണാം, ഒരു സ്മോൾ ലൈൻ, അത് ഓപ്പൺ ആണ്. ഇനി ഈ ഭാഗത്തേക്കുള്ള ലൈൻ അത് ക്ലോസ് ആണ്. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇവിടെ ഓരോ പർട്ടിക്കുലർ ഡേറ്റിലും ഉള്ള ഷെയറിന്റെ ഹൈ പ്രൈസ് എന്താണ്, അതുപോലെ ലോ പ്രൈസ് എന്താണ്, ഓപ്പൺ പ്രൈസ് എന്താണ്, ക്ലോസ് പ്രൈസ് എന്താണ്, അതെല്ലാം കാണിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ബാർ ചാർട്ട്. ഒന്നുകൂടി കാണിക്കാം. ഈ ഏറ്റവും മുകളിൽ
മൗസിന്റെ കർസർ ഇരിക്കുന്ന ഏറ്റവും മുകളിൽ ഇത് ഹൈനെ കാണിക്കുന്ന പോയിന്റ്, ഏറ്റവും അടിയിൽ ലോനെ കാണിക്കുന്ന പോയിന്റും, ഇവിടേക്കുള്ള ലൈൻ ഓപ്പൺ പ്ലേസിനെ കാണിക്കുന്നു, ഇവിടേക്കുള്ള ക്ലോസ് പ്ലേസിനെ കാണിക്കുന്നതാണ്, ഇവിടേക്കുള്ള ക്ലോസ് പ്ലേസിനെ കാണിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള 4 തരത്തിലുള്ള പ്ലേസുകളെ കാണിക്കുന്ന ഒരു ഗ്രാഫ്, ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ബാർ ചാർട്ട്. ബാർ ചാർട്ട് വരച്ചിട്ട് നമുക്ക് ഈ ഷെയറിന്റെ വില എങ്ങനെയായിരുന്നു, ഫ്യൂച്ചറിൽ എത്ര വരും എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അടുത്തുണ്ടോ കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്. അപ്പൊ ഈ കാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിൽ സ്വല്പം കൂടി അവിടെ സ്പെഷ്യൽ ഉണ്ട്. അവിടെ ബുള്ളിഷ് ആയിട്ടുള്ള വിലയുണ്ട്, ബെയറിഷ് ആയിട്ടുള്ള വിലയുണ്ട്. ഇവിടെ ഈ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടോ, 2 ഷെയ്ഡ് ഇട്ടുണ്ട്. ഒന്ന് ബുള്ളിഷിനെ കാണിക്കാനും ഒന്ന് ബെയറിഷിനെ കാണിക്കാനും 2 ഷെയ്ഡ്. ഒന്നൊരു പച്ച ഷെയ്ഡ് കാണിച്ചിട്ടുണ്ട്, ഒന്നൊരു ചുവപ്പ് ഷെയ്ഡ് കാണിച്ചിട്ടുണ്ട്. ഒന്ന് ബുള്ളിഷിനെ കാണിക്കാനും ഒന്ന് ബെയറിഷിനെ കാണിക്കാനും. സാധാരണ രീതിയിൽ ഷെയ്ഡ് ഇല്ലാത്ത, നിങ്ങളുടെ ബുക്കിലൊക്കെ ഉള്ള എക്സാമ്പിളില് ഷെയ്ഡ് ഇല്ലാത്തത് ബുള്ളിഷിനെ കാണിക്കാനും ഷെയ്ഡ് ഉള്ളത് ബെയറിഷിനെ കാണിക്കാനാണ്. അപ്പൊ 2 തരത്തിലുള്ള വിലകളും കാണിക്കുന്നുണ്ട്. അതിലും ഹൈ ഉണ്ട്, ലോ ഉണ്ട്, ക്ലോസ് ഉണ്ട്, ഓപ്പൺ ഉണ്ട്. ഇതിന് മെഴുകുതിരിയുടെ ഷേപ്പിലാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എന്ന് വിളിക്കുന്നത്, മെഴുകുതിരിയുടെ ഷേപ്പിലുള്ളത് കേട്ടോ. അപ്പൊ ഇതില് ഹൈ പ്ലേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ ഏറ്റവും മുകളിലുള്ള പ്ലേസ്, ഒരു എക്സാമ്പിൾ ഉണ്ടോ, ഇതിന് ഏറ്റവും മുകളിൽ ഈ മെഴുകുതിരിയുടെ മുകളിലേക്ക് ഉണ്ടോ ഒരു വര, അത് ഹൈ. താഴേക്കുള്ള വര കണ്ടോ, ലോ. ഇവിടെ ഉള്ള വില, എന്റെ മൗസിന്റെ കർസർ ഇരിക്കുന്ന ഇവിടെയുള്ള വില ക്ലോസ്, ഇവിടെ ഉള്ള വില ഓപ്പൺ. അപ്പൊ കാൻഡിലിന്റെ ആകൃതിയില്, കാൻഡിൽ സ്റ്റിക്കിന്റെ ആകൃതിയിൽ ഓരോ ദിവസവും അല്ലെങ്കിൽ മാസമുള്ള ഷെയറിന്റെ വാല്യൂസിനെ കാണിക്കുകയാണ്. ഷെയറിന്റെ ഹൈ പ്ലേസിന്, ലോ പ്ലേസിന്, ക്ലോസ് പ്ലേസിന്, ഓപ്പൺ പ്ലേസിനെയും കാണിക്കുക. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്. ഇതാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന 3 തരത്തിലുള്ള ചാർട്ടുകൾ. അപ്പൊ ശരിക്കും പഠിക്കുക, ബുക്ക് വായിച്ചു നോക്കുക, ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഓക്കെ.